Hello guys, it's me Adi. അപ്പോൾ ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നത് Autodesk Sketchbookന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പെയിന്റിങ്ങിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ട്യൂട്ടോറിയലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ വീഡിയോ കാണുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ Autodeskന്റെ മുമ്പത്തെ കുറച്ച് ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. കാരണം എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ ടൂൾസ് മുതൽ ബേസിക് മുതലാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്തത്. ഇപ്പോൾ ഞാൻ ഏതൊരു ആപ്പിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ടൂൾസ് മുതലാണ് പോർട്രേറ്റ് വരെയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വീഡിയോ ചെയ്തേക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ടൂൾസ് നന്നായിട്ട് അറിയുക അല്ലെങ്കിൽ നിങ്ങളൊരു ടൂൾ ഉപയോഗിക്കാൻ നന്നായി അറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നന്നായി വരയ്ക്കാൻ പറ്റും. ഞാനിപ്പോൾ ടാബ്ലറ്റിലാണ് വരയ്ക്കുന്നത്. മൊബൈലിൽ വരയ്ക്കുന്നവരാണെങ്കിൽ ഇൻ്റർഫേസിൽ ഒരു ചെറിയൊരു വ്യത്യാസമുള്ളൂ. ബ്രഷസ് ടാബ്ലറ്റിൽ ഈ സൈഡിൽ വരും എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ മുകളിലായിരിക്കും നിങ്ങളുടെ മൊബൈലിൽ വരയ്ക്കുന്നവരുടെ ടൂൾസും സെറ്റിങ്സും ഒക്കെ. ഓക്കെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ അപ്ലോഡ് ചെയ്യാം, ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ വെച്ചിട്ട് ഒരു ഇമേജ് എടുക്കുകയാണ്. ആ ഒരു ഇമേജിലാണ് നമ്മളിപ്പോൾ ഈ തവണ ഡിജിറ്റൽ പെയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഇമേജ് ഫിറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. ആ ഇമേജ് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഡിജിറ്റൽ പെയിൻറ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിച്ച് കേൾക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ലെയർ എടുക്കുക. റെഫറൻസ് ഇമേജ് കൂടാതെ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഔട്ട്ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടി ഞാൻ ലെഗസി എന്ന് പറഞ്ഞ കാറ്റഗറിയിലൊരു പെൻസിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടൂൾ ബോക്സ് അവിടെ കാണാമല്ലോ, സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഔട്ട്ലൈൻ വരയ്ക്കണം. അതിന് മുമ്പായിട്ട് ആ റെഫറൻസിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കണം. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസിയാണ്. ട്രാൻസ്പെറൻസി ഒന്ന് കുറച്ചിട്ട് കളർ ബ്ലാക്ക് ഇടണം. നമ്മൾ ബ്ലാക്ക് കളറിലാണ് ഔട്ട്ലൈൻ ഇടുന്നത്. ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഡിജിറ്റൽ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒക്കെ ഒരു ഗൈഡ് നമുക്ക് മനസ്സിലാവാൻ ഇവിടം വരെ പെയിൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ഔട്ടർ ലൈൻ, അതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് സൂം ചെയ്തിട്ട് ഔട്ട്ലൈൻ വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പൊരു ഡിജിറ്റൽ പെയിൻറ്റിൻ്റെ വീഡിയോ ചെയ്തിരുന്നു, കാരിക്കേച്ചറിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഡിജിറ്റൽ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ചെയ്തത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഡിജിറ്റൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പല്ല. മീൻസ് നമ്മൾ ചെയ്തത് പിക്സാർട്ടിൽ ഇട്ട് നമ്മളുടെ റെഫറൻസ് ഇമേജ് കൺവേർട്ട് ചെയ്ത് അത് ട്രേസ് ചെയ്ത് വരയ്ക്കുന്ന ഒരു രീതി, ബിഗിനേഴ്സിന് വേണ്ടി മാത്രം ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അങ്ങനെ ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ ഡിജിറ്റൽ പെയിൻറ്റിങ് ചെയ്യുന്ന ഒരു മെത്തേഡ്. നമുക്കിപ്പോൾ ഫ്രീ ഹാൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഫ്രീ ഹാൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് ചെയ്യാൻ റെഡി അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് സ്കിൽഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രേസ് ചെയ്ത് വരയ്ക്കാം. പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ട്രേസ് ചെയ്യുന്നത് ഫ്രോഡാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരിക്കലല്ല, നിങ്ങൾക്ക് ഡിജിറ്റൽ പെയിൻറ്റിങ്ങിൽ നിങ്ങൾക്ക് ഒരു ലെവൽ വരെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രേസിങ് കൂടിയേ തീരും. കാരണം നമ്മളൊരു പേപ്പറിൽ വരയ്ക്കുന്ന പോലുള്ള ടെക്സ്ചറൊന്നും കറക്റ്റായിട്ട് നമ്മളെ ടാബ്ലറ്റിലോ മൊബൈലിലോ കിട്ടില്ല. അപ്പോൾ കുറച്ച് ടഫായിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊന്ന് കൈ ഫ്ലെക്സിബിൾ ആവാനും അടങ്ങാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ട്രേസിങ് പഠിക്കുന്നത്. അപ്പോൾ ട്രേസിങ്ങിലൂടെ നിങ്ങൾ വരച്ച് റെഡിയായി നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വരുമ്പോൾ നിങ്ങൾ പയ്യെ ഫ്രീ ഹാൻഡിലേക്ക് കിടക്കുക. ഫ്രീ ഹാൻഡിലേക്ക് കിടക്കുകയാണെങ്കിൽ നോർമലായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയല്ല, കുറച്ച് പ്രാക്ടീസ് തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഫ്രീ ഹാൻഡിലേക്ക് കടക്കാനും നല്ല നല്ല വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ടാബ്ലറ്റ് അല്ലെങ്കിൽ PC പോലുള്ള നല്ല ഡിവൈസുകൾ വാങ്ങി യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഔട്ട്ലൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ജേഴ്സിയുടെ ഭാഗം വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിലൊരു സെലക്ഷൻ ടൂൾ, ഞാൻ മുമ്പത്തെ വീഡിയോസിലൊന്നും പറഞ്ഞിട്ടില്ല സെലക്ഷൻ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഇത്തവണ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരുപാട് പേര് പറഞ്ഞു നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് ബേസിക് കളർ ഫില്ല് ചെയ്യുന്നതിൻ്റെ വീഡിയോ സ്പീഡാക്കിയാണ് ചെയ്തതെന്ന്. അത് സ്പീഡാക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു 4 മണിക്കൂർ 8 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന ഒരു വർക്കായിരിക്കും. അപ്പോൾ അത് സ്പീഡാക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. 30 മിനിറ്റൊക്കെ നമുക്ക് മാക്സിമം ഞാനൊരു വീഡിയോ കൊള്ളിക്കാൻ നോക്കുന്നുള്ളൂ. കാരണം അതിൽ കൂടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് കാണാനുള്ളൊരു ട്യൂട്ടോറിയൽ മൊത്തം കാണാനുള്ളൊരു പ്രവണത ഇല്ലാതെയാവും. ഓക്കെ, നമ്മളിപ്പോൾ ഔട്ട്ലൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് ട്രാൻസ്ഫോം ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ട്രാൻസ്ഫോം എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് മേലൊരു ടൂൾ ഉണ്ടാവും, ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ടാവും. ആ ടൂൾ യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫോം ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഞാൻ നമ്മുടെ റെഫറൻസ് ഇമേജ് ഞാൻ ആ ഔട്ട്ലൈൻ്റെ ഒപ്പം ജസ്റ്റ് ഒന്ന്
വെച്ചു. കാരണം എന്താണ്, നമ്മൾ ട്രാൻസ്ഫോം ചെയ്തല്ലോ ഔട്ട്ലൈൻ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടാണ് നമുക്ക് വീണ്ടും നമ്മുടെ റെഫറൻസ് ഇമേജും അതിൻ്റെ ഒപ്പം ട്രാൻസ്ഫോം ചെയ്ത് വെക്കേണ്ട വന്നത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം സെൻട്രലായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബേസിക് കളർ ഫില്ല് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടി നമ്മളൊരു ന്യൂ ലെയർ എടുക്കണം. ബേസിക് കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇപ്പോൾ ഫേസ് എടുക്കുകയാണെങ്കിൽ ഫേസിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു മീഡിയം കളറിനാണ് ബേസിക് കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ന്യൂ ലെയർ എടുത്തു. ഇനി കളർ പിക്കർ യൂസ് ചെയ്തിട്ട് ഒരു ബേസിക് കളർ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് നോയ്സ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഇനി ബേസിക് കളർ കറക്റ്റായിട്ട് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു ഇങ്കിങ് പെന്ന് സെലക്ട് ചെയ്യുകയാണ് ബ്രഷ് ലൈബ്രറിയിൽ നിന്ന്. എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി, അതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ടാബ്ലറ്റിലാണെങ്കിൽ ആ ബ്രഷിൻ്റെ പാനൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും, അവിടെ തന്നെ സൈസ് കൂട്ടാം. നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ കാണുന്ന പോലെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും സ്വൈപ്പ് ചെയ്തിട്ട് സൈസും അപ്പ് ആൻഡ് ബോട്ടം സ്വൈപ്പ് ചെയ്തിട്ട് ഒപ്പാസിറ്റിയും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ആ കളർ സെലക്ട് ചെയ്തിട്ട് ബേസ് കളർ ഫില്ല് ചെയ്യാണ്, അതായത് ഫേസിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു കളർ. അപ്പോൾ ഇങ്ങനെ കളർ ഫില്ല് ചെയ്യുന്നത് ഒക്കെയാണ് സ്ലോ ആയിട്ട് കാണിക്കാൻ പറഞ്ഞത്. വേറെ ഒന്നുമില്ല, നമ്മൾ ബേസ് കളർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസിലായിട്ട് സ്കിൻ കളർ കാണുന്ന ഭാഗത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ലെയർ ഒരു കളർ ഫില്ല് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ മേലെയാണ് നമ്മൾ ലൈറ്റിങ്ങും ഷെയ്ഡിങ്ങും ഒക്കെ ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ഹെയർ ആണ്. അപ്പോൾ ഹെയറിൻ്റെ സാധാരണ നമ്മൾ വരയ്ക്കുന്ന ബേസ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിജിറ്റൽ പെയിൻറ്റിങ്ങിൻ്റെ എന്താ ഔട്ട്ലൈൻ, രണ്ടാമത്തെ സ്റ്റെപ്പാണ് ബേസിക് കളർ. ഔട്ട്ലൈൻ്റെ താഴെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ബേസിക് കളേഴ്സ് ഫില്ല് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ ബേസിക് കളർ ഫില്ല് ചെയ്തു, ഇനി അടുത്ത ഹെയറിൻ്റെ ബേസിക് കളർ ഫില്ല് ചെയ്യണം. പിന്നെ മെസ്സിയുടെ ജേഴ്സിയുടെ അതായത് ക്ലോത്തിൻ്റെ ബേസിക് കളറും നമുക്ക് ഫില്ല് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മളെ ഹെയറിൻ്റെ ബേസിക് കളേഴ്സ് ഞാൻ ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഹെയറിൻ്റെ ബേസിക് കളർ ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ എന്തിനാണ് ഉപയോഗപ്പെടുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഔട്ട്ലൈൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ ബോർഡറൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എവിടം വരെ കളർ ഫില്ല് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഒരു ഗൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഔട്ട്ലൈൻ. എന്നിട്ട് അവസാനം ഔട്ട്ലൈൻ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. നമുക്ക് ഔട്ട്ലൈൻ്റെ ആവശ്യമില്ല, നമുക്ക് അവസാനം ഔട്ട്ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയണം. പലരും ഡിജിറ്റൽ പെയിൻറ്റിങ് ചെയ്തതിന് ശേഷം ഔട്ട്ലൈൻ വെക്കുന്നതായിട്ട് കാണാറുണ്ട്. കാരിക്കേച്ചർ വരയ്ക്കുമ്പോൾ മാത്രമേ ഔട്ട്ലൈൻ അവിടെ വെക്കാറുള്ളൂ, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയണം. ഓക്കെ, പിന്നെ ഈ വീഡിയോ സ്ലോ ആക്കി കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് സമയം എടുക്കും. അത് മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ബേസിക് കളർ മാത്രം ഫില്ല് ചെയ്യുന്നുള്ളൂ. ആ താടിയുടെ അവിടെയും നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള ബേസിക് കളേഴ്സ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഔട്ട്ലൈൻ വരച്ചു, രണ്ടാമത്തെ സ്റ്റെപ്പാണ് ബേസിക് കളേഴ്സ് ഫില്ല് ചെയ്യുക. അതായത് കൂടുതലായിട്ട് കാണപ്പെടുന്ന, സ്കിന്നിലാണെങ്കിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു കളർ പിക്ക് ചെയ്തിട്ട് സ്കിൻ കളർ വരുന്ന എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഹെയറും ഞാൻ അതുപോലെ താടിയും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ബ്ലാക്ക് ആണ്. അപ്പോൾ ആ ബ്ലാക്ക് കളർ ഞാൻ ഫില്ല് ചെയ്തു. ഓക്കെ, അപ്പോൾ ചില ഭാഗത്ത് ഫില്ലാവാതെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വേറെ എന്തെങ്കിലും ഒരു ചെറിയ ടൂൾ യൂസ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഞാനിപ്പോൾ ലെഗസി എന്ന് പറഞ്ഞ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈസ് കൂട്ടിയിട്ട് ഞാൻ ആ ബാക്കി ഫില്ലാവാത്ത, കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ പോർഷൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ അത് ഫില്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ പുറത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇറേസ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ സെപ്പറേറ്റ് ലെയറിൽ വരച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ലെയർ പാനിലേക്ക് ഏറ്റവും മുകളിലത്തെ ലെയറിൽ ഔട്ട്ലൈൻ, തൊട്ട് താഴെ നമ്മളിപ്പോൾ ഹെയറും അതുപോലെ തന്നെ താടിയും വരച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഔട്ട്ലൈൻ ബേസിക് കളർ ഫില്ല് ചെയ്തേക്കുന്ന ലെയർ, പിന്നെ ഒരു റെഫറൻസ്, അങ്ങനെ 4 ലെയേഴ്സാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ ലെയേഴ്സ് എടുക്കേണ്ട കാര്യം ഓരോന്നോരോന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചു. നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഔട്ട്ലൈൻ എന്തായാലും സെപ്പറേറ്റ് ലെയറിൽ വരയ്ക്കണം. അതിൻ്റെ താഴെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് ബേസിക് കളർ ഫില്ല് ചെയ്യേണ്ട ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും. ഓക്കെ, പിന്നെ ആ ബേസിക് കളർ ഫില്ല് ചെയ്തതിൻ്റെ തൊട്ട് മേലത്തെ ലെയേഴ്സിലാണ് നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡും കളേഴ്സൊക്കെ കൊടുക്കേണ്ടത്. കാരണം താഴെ കൊടുത്താൽ നമുക്ക് ആ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കാണില്ലല്ലോ ബേസിക് കളറിനെ താഴെ കൊടുത്താൽ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലെയേഴ്സ് ഇടാൻ പറ്റും. അപ്പോൾ ഇന്ന ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്താൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ ജസ്റ്റ് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഔട്ട്ലൈൻ ഏറ്റവും മുകളിലായിരിക്കണം ലെയർ, തൊട്ട് താഴെ ആയിരിക്കണം നമുക്ക് ബേസിക് ലെയറിൻ്റെ. ഔട്ട്ലൈൻ്റെയും ബേസിക് ലെയറിൻ്റെയും ഇടയിലായിരിക്കണം നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ ഫില്ല് ചെയ്യുന്ന.
ലെയേഴ്സ്. കാരണം നമ്മളുടെ ഫേസിൽ ബേസിക് കളർ മാത്രമല്ലല്ലോ, ഡാർക്ക് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് അപ്ലൈ ചെയ്ത് സ്മഡ്ജ് ചെയ്ത് റെഡിയാക്കുന്ന എല്ലാമാണ് സ്കില്ലിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ആദ്യമായിട്ട് ഡിജിറ്റൽ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ പെർഫെക്ഷനിലൊന്നും വരില്ല. നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ഭാഗവും ഫില്ല് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് വരച്ച ആ ഹെയറിൻ്റെയും അതുപോലെ തന്നെ താടിയുടെയും ഞാൻ സ്മഡ്ജിൻ്റെ ഒരു പെന്നെടുത്തിട്ടുണ്ട്, ആംഗിളായിട്ടുള്ള പെന്നെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലോ 40 ഇട്ടിട്ടുണ്ട്. സൈസ് നമുക്ക് സൈസും ഫ്ലോ ഒക്കെ നിങ്ങളുടെ പ്രഷർ അനുസരിച്ചാണ്, സ്ക്രീനിലെ പ്രഷർ അനുസരിച്ചാണ് സെറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാനത് ഹെയർ താടിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് ഞാനൊരു ആ സ്റ്റാർട്ടിങ് പോയിന്റ് പോലെ, അതായത് മുളച്ച് വരുന്ന ഒരു ഹെയർ താഴോട്ട് എടുക്കുന്ന ഒരു ഫീൽ കിട്ടാനാണ്. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ സ്മഡ്ജ് ചെയ്യുക. അതുപോലെ തന്നെ ഹെയറിൻ്റെയും ഇതേപോലെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്മഡ്ജ് ബ്രഷിൽ ആംഗുലർ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, മറക്കരുത്. സ്മഡ്ജ് ബ്രഷിൽ ആംഗുലർ ബ്രഷ് ടൂൾസിലുണ്ട്, ബ്രഷ് ലൈബ്രറി നോക്കിയാൽ കാണാം. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സാധാരണ വിഗ് വെച്ച പോലെ ഇരിക്കും നോർമലി നമ്മൾ വരച്ച രീതിയാണെങ്കിൽ. ഇതാകുമ്പോൾ കറക്റ്റായിട്ടൊരു മുടി കെടുക്കുന്ന ഒരു ഫീല് കിട്ടും. അതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോസിലൊന്നും നമ്മൾ ഈ ഒരു ടൂളിനെ പരിചയപ്പെടുത്തിയിട്ടില്ല. കാരണം നമ്മൾ ബേസിക്കിൻ്റെ വീഡിയോസാണ് ചെയ്തത്. ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഡിജിറ്റൽ പെയിൻറ്റിംഗ് ഒക്കെയാണ് നമ്മൾ വീഡിയോ ഇട്ടത്. ഓക്കെ, പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കുന്ന, ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിനെ വരയ്ക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതേപോലെ റെഫറൻസ് ഒന്ന് ഒപ്പാസിറ്റി കുറയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നൈസായിട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ താടിയുടെ എവിടം വരെ താടി വരുന്നുണ്ട്, എവിടം വരെ സ്മഡ്ജ് ടൂൾ യൂസ് ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഒപ്പാസിറ്റി കുറച്ചിട്ട് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഈ റെഫറൻസ് ഇമേജ് എടുത്ത് മാറ്റി ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ടും ഇങ്ങനെ വരയ്ക്കാം. ഒബ്സർവ് ചെയ്ത് വരച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്കില്ല് കൂടും എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ബേസിക് കളറ് നമ്മളെ താടിയുടെയും മുടിയുടെയും ഫില്ല് ചെയ്തതിന് ശേഷം ആ കറക്റ്റ് ആ മുടിയുടെ ഇലകൾ എടുക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടി നമ്മൾ സ്മഡ്ജ് ബ്രഷസിൽ ആംഗുലർ ബ്രഷ് യൂസ് ചെയ്തിട്ട് വരച്ചു. നമ്മൾ ഈ ട്യൂട്ടോറിയൽ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം എല്ലാ ഭാഗവും വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് മുഴുവൻ കാണാം. മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇനിയുള്ള വീഡിയോസ് കാണുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ടൂൾസിൻ്റെ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്, വളരെ വ്യൂസ് കുറവാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ പെയിൻറ്റിങ്ങും പോർട്രേറ്റ് വരയ്ക്കുന്നതിനൊക്കെ വ്യൂസ് കൂടുതലും. നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരിക്കലും ഒരു പോർട്രേറ്റിൻ്റെ വീഡിയോ മുഴുവനായിട്ടിരുന്ന് കണ്ടാൽ, ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ മുഴുവനായിട്ടിരുന്ന് കണ്ടാൽ കിളി പോയ പോലെ ഇരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ടൂൾസ്, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ ഉളി ഉണ്ടായാലും നന്നായിട്ട് പണിയാൻ പറ്റണമെന്നില്ല. കാരണം പണിയാൻ അറിയെങ്കിൽ ആ ടൂൾസ് എന്താണെന്ന് അറിയണം, ആ ടൂൾസ് യൂസ് ചെയ്യാൻ അറിയണം. അപ്പോൾ ടൂൾസിൻ്റെ വീഡിയോസൊക്കെ കണ്ട് നന്നായി മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ നന്നായിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ട്യൂട്ടോറിയൽസ് ഇട്ടേക്കുന്നത്. ടൂൾസ് മുതൽ ഒരാളും ഇങ്ങനത്തെ വീഡിയോസ് ഇടാറില്ല, ഈ ടൂൾസ് പരിചയപ്പെടുത്തുന്നതും ആ ടൂൾസ് എന്തിനൊക്കെ യൂസൊന്നും ഡീറ്റെയിൽഡായിട്ട് ഒരാളുടെ വീഡിയോയിലും കാണിക്കാറില്ല. ജസ്റ്റ് പോർട്രേറ്റിൻ്റെ വീഡിയോസ് മാത്രമേ മിക്കവരും ഇടാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് ടൂൾസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളത്. കാരണം അല്ലാതെ വെറുതെ ഒരു പോർട്രേറ്റ് വരയ്ക്കുന്നത് വീഡിയോസ് മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ടൂൾസ് കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓട്ടോഡെസ്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് വീഡിയോസൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇൻഫിനിറ്റി ഡിസൈൻ്റെ ഇട്ടിട്ടുണ്ട് ടൂൾസ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ പ്രോക്രിയേറ്റിൻ്റെ ഇല്ലുസ്ട്രേറ്ററിൻ്റെയും അതുപോലെ ഓട്ടോഡെസ്കിൻ്റെ ഇത് മൂന്നിൻ്റെയും ബേസിക് വീഡിയോ ഏറ്റവും ആദ്യം ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് കളർ ഫില്ല് ചെയ്യാവുന്നതാണ്. അതായത് ജേഴ്സിയുടെ ബേസിക് കളർ ഫില്ല് ചെയ്യാവുന്നതാണ്. അത് ഞാനൊരു സെപ്പറേറ്റ് ഒരു ലെയർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് ലെയർ എടുത്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓൾട്ടർ ചെയ്യാനും നീക്കി വെക്കാനും ഒക്കെ വേണ്ടി വന്ന ഡിലീറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ എളുപ്പമായിട്ട് വരും. ഒരുമിച്ച് വരച്ചാൽ പിന്നെ അത് ഇറേസ് ചെയ്യാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ജേഴ്സി വരച്ചു. ഇപ്പോൾ ഞാൻ ഏറ്റവും അതായത് ഔട്ട്ലൈൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിലാണ് ജേഴ്സി വരയ്ക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആ സ്കിൻ കളറിൻ്റെ ബേസ് കളർ ഫില്ല് ചെയ്ത് എൻ്റെ തൊട്ടടി വരച്ചാൽ എന്ത് ചെയ്യും, ആ സ്കിൻ കളർ അതായത് ജേഴ്സിയുടെ മുകളിലായിട്ട് ഇങ്ങനെ
നിൽക്കുന്ന പോലെ ഒരു ഫീൽ വരും. നമ്മളെപ്പോഴും സ്കിന്നിൻ്റെ മുകളിലല്ലേ ക്ലോത്ത് ഇടുന്നത്, അതുകൊണ്ട് ആ സ്കിൻ കളറൊക്കെ വരച്ചതിൻ്റെയും അതുപോലെ തന്നെ ആ ഹെയർ വരച്ചതിൻ്റെയും മേലെയാണ് ഞാൻ ആ ഒരു ഇത് വരച്ചത്, ആ ജേഴ്സിയിൽ ആ കോളർ വരച്ചിട്ടുള്ളത്. ഇനി അത് തൊട്ടടിയിലൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് കോളറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ബാക്കി ക്ലോത്തിൻ്റെ ഭാഗം നമുക്ക് തോന്നിപ്പിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ കോമൺ സെൻസ് ആണ്, നമുക്ക് മനസ്സിലാക്കണം ഇങ്ങനെയാണ് തോന്നിക്കുക. അപ്പം ഇപ്പോൾ അതിൻ്റെ അടിയിൽ ലെയർ ഇട്ട് വരയ്ക്കണം എന്ന് അല്ലേ. നമ്മളൊരു പൂച്ച ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പർ ഒച്ചെടുക്കുന്നില്ല, ഒച്ചെടുത്താൽ നല്ല നോയ്സ് ആയിരിക്കും, മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക് കളർ ഞാൻ ആദ്യം റെഡ് ഫില്ല് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും റെഡ് മാത്രമല്ലല്ലോ, അതിലൊരു ഗ്രീൻ, ഒരു പീക്കോക്ക്, ഒരു പച്ചയും കൂടി ഉണ്ടെന്ന്. അത് നമുക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിലാണ്. ഇപ്പോൾ ഫുള്ള് ഞാൻ റെഡ് ക്രിയേറ്റ് ചെയ്തു, റെഡ് കളർ ചെയ്തു. എന്നിട്ട് ഒരു ന്യൂ ലെയർ എടുത്തിട്ട് ആ ഗ്രീൻ മാത്രം അതിൻ്റെ മേലെ വരയ്ക്കുക. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ ഗ്രീനും റെഡും ഒറ്റ ലെയർ വരയ്ക്കാൻ നിന്നാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഗ്രീന് സെപ്പറേറ്റ് മേലെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഗ്രീൻ വരച്ചിട്ട് തെറ്റിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ഓൾട്ടർ ചെയ്യാനും സുഖമാണ്, മായ്ക്കാനും സുഖമാണ്. എല്ലാ നേരത്തെ ഒരു ലെയറിൽ തന്നെ റെഡും ഗ്രീനും വരയ്ക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം, എവിടെയെങ്കിലും കൂടിയോ കുറഞ്ഞു പോയാൽ നിങ്ങൾക്ക് പിന്നെ റീപെയിൻറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്. അതാണ് ലെയേഴ്സ് കൂടുതലിട്ട് വരച്ചാൽ നല്ലതാണെന്ന് പറയുന്നത്. പിന്നെ നിങ്ങളൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ ലെയറിൽ തന്നെ വരയ്ക്കാൻ പറ്റും. ഔട്ട്ലൈൻ്റെ റെഫറൻസിൻ്റെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പെയിൻറ്റ് ചെയ്യാനുള്ള ഒരു ലെയർ മാത്രം മതിയാവും. നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പക്കയായിട്ട് വരയ്ക്കാൻ പറ്റും. എല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യണം, എവിടെയൊക്കെ ഏത് ലെയർ എവിടെ കൊണ്ടുവന്നിടണമെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നുമ്പോൾ കോളാവും. ഓക്കെ, അപ്പോൾ പരമാവധി ലെയേഴ്സ് എടുത്ത് വരയ്ക്കുക. പിന്നെ ഒരുപാട് ലെയേഴ്സ് എടുത്ത് വരയ്ക്കേണ്ട, ഫോൺ ഹാങ് ആയി പോകും. അപ്പോൾ ഒരു പരിമിതിയൊക്കെ വെച്ചിട്ട് ലെയേഴ്സൊക്കെ എടുക്കുക. കാരണം നല്ല സ്പെക്കും കാര്യങ്ങളും റാമൊന്നും ഇല്ലാത്ത ഫോണാണെങ്കിൽ ഹാങ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ബേസ് കളേഴ്സ് മൊത്തം ഫില്ല് ചെയ്തു. ഇനി നമുക്ക് മൂക്കിൻ്റെ അവിടുത്തെ ആ ഒരു ബേസ് കളർ ഫില്ല് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ കണ്ണിൻ്റെ അവിടുത്തെ ബേസ് കളറാണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ മൂക്കിൻ്റെ അവിടുത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ കളർ തന്നെ പിക്ക് ചെയ്തിട്ട് അവിടെ തന്നെ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബേസ് കളേഴ്സ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഔട്ട്ലൈൻ നമ്മൾ ചെയ്തു, പിന്നെ നമ്മൾ ബേസ് കളർ ഫില്ല് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് എത്തിയിരിക്കുന്നത്. ബേസ് കളർ എവിടെയൊക്കെ ഫില്ല് ചെയ്തു, നമ്മൾ ഹെയറിൻ്റെ ഫില്ല് ചെയ്തു, സ്കിന്നിൻ്റെ ഫില്ല് ചെയ്തു, അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ ഫില്ല് ചെയ്തു. അപ്പോൾ ഇനി ഫില്ല് ചെയ്യാനുള്ളത്, ഇനി കയറാനുള്ളത് എന്തൊക്കെയാണ്, ബേസ് കളറിൻ്റെ മേലെ ഇതിൻ്റെയൊക്കെ മേലെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഡാർക്ക് ഷേഡോ വരുന്നത് നമ്മൾ ആഡ് ചെയ്യും, അതുപോലെ തന്നെ ലൈറ്റ് വരുന്നത് ആഡ് ചെയ്യും. അപ്പോൾ ഈ ലൈറ്റും ഷേഡോയൊക്കെ എങ്ങനെ നിങ്ങൾ കറക്റ്റ് ഒബ്സർവ് ചെയ്ത് ആഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്നതോ അതിലാണ് നിങ്ങളുടെ ചിത്രത്തിൻ്റെ ഭംഗിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒബ്സർവേഷൻ സ്കില്ല് വേണം, അല്ലെങ്കിൽ നന്നായിട്ടൊരു പിക്ചർ ഒബ്സർവ് ചെയ്യാനുള്ളൊരു കഴിവ് വേണം. അതിന് വേണ്ടി നിങ്ങൾക്ക് അറിയേണ്ടത് എവിടെയൊക്കെയാണ് ഏതൊക്കെ കളറാണ് ഡാർക്ക് ഷേഡോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ സ്കില്ലില്ലാത്തവർക്ക് അതെങ്ങനെയാണ് മനസ്സിലാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുമ്പൊക്കെ വീഡിയോസിലൊക്കെ കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണ് പിക്ക് ചെയ്ത് കളർ എടുക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ എടുക്കാറില്ലെങ്കിൽ കളർ പെറ്റലായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ഓർക്കണം, നമ്മൾ നേരിട്ടല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതറിയാത്തവർക്കാണെങ്കിൽ ആ വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരാം. ഓക്കെ, ഫില്ല് ചെയ്യണം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വൈറ്റ് ഇടുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഹൈഡ് ചെയ്യാണ്. ബാക്ക്ഗ്രൗണ്ട് ഹൈഡ് ചെയ്താലേ നമുക്ക് ആ വൈറ്റ് വരയ്ക്കുന്ന അറിയാൻ പറ്റുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഹൈഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ ഏറ്റവും താഴത്തെ ലെയറിൽ പോയിട്ട് ആ കണ്ണിൻ്റെ ഒരു ചിഹ്നം കാണാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഹൈഡ് ആവും. അല്ലെങ്കിൽ ലെയർ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിൽ ഹൈഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, പിന്നെ കറക്റ്റായിട്ട് കണ്ണിൻ്റെ ആ ഭാഗമൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം നമ്മളുടെ എല്ലാത്തിൻ്റെയും ഔട്ട്ലൈൻ കഴിഞ്ഞു. ആ പിക്ചറിൻ്റെ എല്ലാ ഭാഗവും ഔട്ട്ലൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഹെയർ ഔട്ട്ലൈൻ അല്ല, ബേസിക് കളേഴ്സ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബേസിക് കളറൊക്കെ കൂടി ഒറ്റ ലെയർ ആക്കാം. കാരണം നമ്മളെല്ലാം പരിപാടിയും കഴിഞ്ഞല്ലോ, ഇനി വേണമെങ്കിൽ ഒറ്റ ലെയർ ആക്കാവുന്നതാണ്. നമ്മളൊരു കാര്യം മറന്നു പോയത് ചുണ്ടാണ്. ചുണ്ടിൻ്റെ ബേസിക് കളർ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടായില്ല, അതും കൂടി ഫില്ല് ചെയ്യാം. ചുണ്ടിൻ്റെ ബേസിക് കളർ ഫില്ല് ചെയ്യുമ്പോൾ ആ ചുണ്ടിൽ ഉള്ള കളർ വ്യത്യാസങ്ങൾ കാണും. അത് അപ്പം തന്നെ നിങ്ങൾ പിക്ക് ചെയ്തിട്ട് അവിടെ തന്നെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ബ്ലെൻഡിങ് ഒക്കെ അവസാനമാണ്. ബേസിക് കളറൊക്കെ ഫില്ല് ചെയ്ത് അവസാനത്തെ ഒരു സ്റ്റെപ്പാണ് ബ്ലെൻഡിങ് ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലാവും. ഓക്കെ,
അപ്പോൾ ഈ വർക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ അധികം സമയമെടുത്ത് ചെയ്തതല്ല, കാരണം വീഡിയോ ചെയ്യേണ്ടതുകൊണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ഏകദേശം ഒരു 6-7 മണിക്കൂർ എടുത്ത് ചെയ്ത വീഡിയോ ആണ്. സാധാരണ നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ പെയിൻറ്റിങ് ചെയ്യുകയാണെങ്കിൽ പല ദിവസങ്ങളായിട്ട് ഇരുന്നിട്ട് ഓരോ ഭാഗം നല്ല ഡീറ്റെയിൽ ചെയ്ത് ഒബ്സർവ് ചെയ്തിട്ടൊക്കെയാണ് വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി പെയിൻറ്റിങ്ങിലുണ്ടാവും. ഇതിപ്പോൾ ഒറ്റയിരിപ്പിന് ചെയ്യുന്നൊരു വർക്കായതുകൊണ്ട് അതിൻ്റേതായ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ ഏകദേശം ലിപ്പിൻ്റെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക് കളർ ഏകദേശം എല്ലാ ഭാഗവും ഫില്ല് ചെയ്തു. ഇനി പ്രത്യേകിച്ച് ഭാഗങ്ങളൊന്നും ഫില്ല് ചെയ്യാനില്ല, ഒരു സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടി ഞാൻ ആ ഇമേജ്, നമ്മളെ റെഫറൻസ് ഇമേജ് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് നീക്കി വെച്ചത്. എനിക്ക് ഒബ്സർവ് ചെയ്തിട്ട് ആ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഒന്ന് വരയ്ക്കാനാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഈ ബേസിക് കളേഴ്സിൻ്റെ ലെയർ ഹൈഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ ഒരു ഇമേജിൽ നിന്ന് തന്നെ ലൈറ്റും ഷെയ്ഡും ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ലൈറ്റും ഷെയ്ഡും ഞാൻ ആഡ് ചെയ്യുന്നത് സെപ്പറേറ്റ് 2 ലെയേഴ്സ് എടുത്തിട്ടാണ്. ഡാർക്ക് ഒരു ലെയറിലും അതുപോലെ തന്നെ ലൈറ്റ് മറ്റൊരു ലെയറിലുമാണ്. വേണമെങ്കിൽ ഒരുമിച്ചും ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് കംഫർട്ടാണെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. നമുക്ക് നെറ്റിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ആ കളറ് നമ്മൾ ഓൾറെഡി പിക്ക് ചെയ്തിട്ടുണ്ട്, നെറ്റിയുടെ അവിടുത്തെ കളറ്. നമുക്ക് ചിലപ്പോൾ കറക്റ്റ് കളർ കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ബ്രഷിൻ്റെ അടിയിലുള്ള ആ കളറ് കാണുന്നില്ലേ, ബ്രഷിൻ്റെ ടൂള് കാണിക്കുന്ന ആ കളറ് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് ലൈറ്റിലേക്കോ കളറ് ചേഞ്ച് ചെയ്യുക. വാല്യൂ ഇൻക്രീസും ഡിസ്ക്രീസും ചെയ്തിട്ട് നിങ്ങൾക്ക് റെഡി എന്ന് തോന്നുന്നൊരു കളറ് എടുക്കാം. ഇപ്പോൾ നമ്മൾ എയർ ബ്രഷ് കൊണ്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. നമ്മൾ ബേസ് കളറൊക്കെ ഫില്ല് ചെയ്തത് ഇങ്കിങ് ബ്രഷ് കൊണ്ടാണ്, പക്ഷെ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത് എയർ ബ്രഷ് എടുത്തിട്ടാണ്. എയർ ബ്രഷിൽ സോഫ്റ്റ് എയർ ബ്രഷ് കേട്ടോ, മറക്കരുത്. എന്നിട്ട് സ്മഡ്ജ് പെന്ന് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ആ ഡാർക്ക് ഷെയ്ഡ് ഒന്ന് ചെയ്തത് അതിൻ്റെ അറ്റങ്ങളൊന്ന് സ്മഡ്ജ് ചെയ്യാണ്. സ്മഡ്ജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡാർക്ക് ടു ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫീൽ കിട്ടണം. അപ്പോൾ അതിൻ്റെ ഔട്ടർ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് അവിടെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഫ്ലോ കൂടുതലായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്മഡ്ജ് പെന്നിൻ്റെ ഫ്ലോ കുറച്ചിടുക. ഫ്ലോ കൂടിയാൽ സ്പ്രെഡാകും. സോ അത് ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടൻറ്റാണ്. അപ്പോൾ പലരും പറഞ്ഞു കേട്ടു സ്മഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നു. വേറെ ഒന്നല്ല, ഫ്ലോ ഒന്ന് കുറച്ചിടാം, 1-ലോ 2-ലോ ഫ്ലോ ഇടുക. നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്ത് വരയ്ക്കണേ അതിനനുസരിച്ച് ഫ്ലോ കൂട്ടിയിടാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചെവിയുടെ ഭാഗത്തെ കളർ ഞാൻ പിക്ക് ചെയ്തു. എന്നിട്ട് ആ ചെവിയുടെ ആ ഭാഗത്ത് അപ്ലൈ ചെയ്തു. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് ചെയ്യണം. ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് മുമ്പത്തെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതും ഈ ഒരു വീഡിയോ തന്നെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ചെയ്യാറിയില്ലെങ്കിൽ ജസ്റ്റ് ആ ഇമേജ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ വരച്ച ഔട്ട്ലൈൻ്റെ താഴെ കൊണ്ടുവന്ന് ട്രാൻസ്ഫോം ചെയ്ത് വെച്ചിട്ട് അത് ട്രേസ് ചെയ്ത് വരച്ചാൽ മതി. ഓക്കെ, കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കും. പക്ഷേ നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇതുപോലെ പിക്ചർ നീക്കി വെച്ചിട്ട് ഒബ്സർവ് ചെയ്ത് വരയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ കളേഴ്സ് ഇനി നമുക്ക് ഔട്ട്ലൈൻ ഒന്ന് ഞാൻ ഹൈഡ് ചെയ്തൊന്ന് അൺഹൈഡ് ചെയ്യാണ്. കണ്ടോ, ഔട്ട്ലൈൻ്റെ ഉപയോഗം ഇനി എന്തിനാണെന്ന് മനസ്സിലാവും. നമ്മൾ ഔട്ട്ലൈൻ്റെ ലൈൻസ് മാത്രം കൂടാതെ കുറേ കള്ളികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, കള്ളികളും ഷേപ്സൊക്കെ. അതെന്തിനാണെന്ന് വെച്ചാൽ ഷെയ്ഡ് എവിടം വരെ നിൽക്കുന്നു എന്നുള്ളൊരു അതിർത്തി നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു ബോർഡർ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എവിടം വരെയാണ് ആ ഷെയ്ഡ് നിൽക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു ഔട്ട്ലൈനെ ഗൈഡ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്യാനും പറ്റും. മനസ്സിലായോ? അതിനു വേണ്ടിയാണ് ഔട്ട്ലൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവസാനം നമ്മൾ ഔട്ട്ലൈൻ ഡിലീറ്റും ചെയ്ത് കളയണം. ഡിജിറ്റൽ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ, പോർട്രേറ്റൊക്കെ ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയും. കാരിക്കേച്ചറൊക്കെ വരയ്ക്കുമ്പോൾ മാത്രമാണ് ഔട്ട്ലൈൻ നമ്മൾ വയ്ക്കാറുള്ളൂ, കാരിക്കേച്ചറിൻ്റെ ആ ഒരു ഫീച്ചേഴ്സൊക്കെ കറക്റ്റായിട്ട് എടുത്ത് കാണിക്കാൻ. ഓക്കെ, ഇനി കറക്റ്റായിട്ട് നമ്മൾ ഇമേജിലുള്ള പോലെ തന്നെ കളേഴ്സ് പിക്ക് ചെയ്യുക, ഇവിടെ അപ്ലൈ ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക. ഈ ഒരു ഇതാണ് നടക്കുന്നത്. അതായത് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഇമേജിൻ്റെ പോലെ ഏകദേശം ഒരു 80% വരുന്ന വരെ നിങ്ങൾ കളേഴ്സ് അതിൽ നിന്ന് പിക്ക് ചെയ്ത് കറക്റ്റ് കളർ വേരിയൻ്റ് എടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ഒരുപാട് സമയമെടുക്കും വരയ്ക്കാൻ. നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഒറ്റയടിക്ക് വരയ്ക്കണം എന്നില്ല. ഇപ്പോൾ ഞാൻ ട്യൂട്ടോറിയലായിരുന്നു ഒറ്റയടിക്കിരുന്ന് വരച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ടൈം എടുത്തിട്ട് വരയ്ക്കുക. അതിൻ്റെ ലൈറ്റും ഷെയ്ഡിങ്ങും ഒക്കെ കാണുന്ന പോലെ കറക്റ്റ് കൊടുത്താൽ അപ്പോൾ ബേസിക് കളറും ലൈറ്റും അതുപോലെ തന്നെ ഷേഡോയും മൂന്നും കയറി കഴിഞ്ഞ ഒരു പിക്ചറിൻ്റെ ഏകദേശം പൂർണ്ണരൂപം എത്തി. പിന്നെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് വരുന്നുള്ളൂ. അത് ചില ഭാഗങ്ങളിൽ മാത്രം ഹൈലൈറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നേരിട്ട് സൂര്യപ്രകാശം അല്ലെങ്കിൽ ക്യാമറ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഇപ്പോൾ തിളക്കം പോലൊരു ഭാഗങ്ങൾ കാണാം. ഇപ്പോൾ മെസ്സിയുടെ
ചെറുതായിട്ട് ഹൈലൈറ്റ് എടുക്കുന്നത് മൂക്കിൻ്റെ ഒരു ഭാഗത്തൊരു തിളക്കം പോലെയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഭാഗങ്ങളാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹൈലൈറ്റായി നിൽക്കുക, പ്രൊജക്റ്റായിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ അതിലൊരു വൈറ്റ് ഭാഗം എടുക്കുന്നുണ്ട്. അത് ഞാനൊരു ന്യൂ ലെയർ എടുത്തിട്ടുണ്ട്. നമുക്ക് വൈറ്റ് കാര്യങ്ങളൊക്കെ, അതായത് ലൈറ്റ് ഷെയ്ഡ്സൊക്കെ നമുക്ക് വേറൊരു ലെയറിൽ ചെയ്യാം. നമുക്ക് സ്മഡ്ജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഡാർക്കും ഈ ലൈറ്റും കൂടിയിട്ട് ഒരുമിച്ച് സ്മഡ്ജായി പോകും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ബേസിക് കളർ ഒരു ലെയറിൽ, അതുപോലെ തന്നെ ഔട്ട്ലൈൻ ഒരു ലെയറിൽ, നമ്മളെ ഹെയറിൻ്റെ ബേസിക് കളർ ഒരു ലെയറിൽ, പിന്നെ ഷെയ്ഡ് ഒരു ലെയറിൽ ചെയ്തു. ഇപ്പോൾ ലൈറ്റ് ഷെയ്ഡും ഒരു ലെയറിൽ ചെയ്യുന്നു. അപ്പോൾ ലെയറിൻ്റെ കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കാം, ഏകദേശം നമ്മൾ ആ ഒരു ഇമേജിലുള്ള പോലെ നമ്മൾ ഷെയ്ഡും ലൈറ്റും ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് ചെവി ഏകദേശം ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ഇതിൽ ടൈം ചിലവഴിച്ച് ടൈം എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ഇതിലും ബെറ്ററാവും. നമുക്കൊരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഒറിജിനൽ ഫീലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഒരു ട്യൂട്ടോറിയൽ ചെയ്യുമ്പോൾ ഒരിക്കലും അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾക്ക് ഫുള്ള് ടൈം ലാപ്സ് ഇടേണ്ടി വരും. ഞാൻ അങ്ങനെ ടൈം ലാപ്സ് ഇട്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നാൽ എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. കാരണം നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമല്ലോ. അല്ലാതെ വെറുതെ ടൈം ലാപ്സ് എടുത്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനാണ്? അതിനു വേണ്ടിയാണ് ഞാൻ കുറച്ച് ഹെവി വീഡിയോ വർക്കല്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല വർക്കുകൾ ടൈം എടുത്ത് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മൾ ഇത്ര ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെവിയുടെ ഭാഗവും പിന്നെ അതുപോലെ തന്നെ ആ കവിളിൻ്റെ ഒരൊറ്റവും ഞാൻ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ചെയ്യേണ്ടത്, ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ ഔട്ട്ലൈനിൻ്റെ ലെയർ ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഷെയ്ഡിൻ്റെ ഒരു ബോർഡർ അവിടെ വരെ ഒന്ന് കാണാൻ സഹായിക്കും അത്. ഇനി നമുക്ക് അത് കറക്റ്റായിട്ട് ആ മൂക്കിൻ്റെ ഷെയ്ഡ്, മൂക്കിൻ്റെ അവിടെ നിന്ന് വരുന്ന ഒരു ഡാർക്ക് പോർഷൻ ഉണ്ട്, അത് കറക്റ്റായിട്ടൊന്ന് കളേഴ്സ്, ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് അവിടെ നിന്ന് നമ്മളെ പിക്ചറിലുള്ള പോലെ തന്നെ ആ ഇമേജിൽ നിന്ന് പിക്ക് ചെയ്തെടുത്തിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡാർക്ക് ഒരു ലെയറിലും വൈറ്റ് ഒരു ലെയറിലാണ് ചെയ്യുന്നത്. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പയ്യെ കണ്ണിൻ്റെ പോർഷൻ വരയ്ക്കണം. അപ്പോൾ ഞാൻ ഈ കണ്ണ് വരയ്ക്കുന്നതിൻ്റെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, ഞാൻ കട്ട് ചെയ്ത് കളയാണ്. കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു വീഡിയോ എടുത്തപ്പോൾ. അപ്പോൾ നെക്സ്റ്റ് കണ്ണ് വരയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. തൊട്ടപ്പുറത്തെ കണ്ണ് വരയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഷെയ്ഡിങ് വരയ്ക്കുന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സോ നെക്സ്റ്റ് കണ്ണ് വരയ്ക്കുന്നത് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുത്താൽ മതി, കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. വേറെ ഒന്നുമില്ല, ലൈറ്റും കണ്ണിൻ്റെ ആ ബോർഡറിൻ്റെ അവിടെ ലൈറ്റും ഷെയ്ഡും കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫീല് കിട്ടും. പ്രത്യേകിച്ച് അവിടെ വേറെ ടൂൾസ് യൂസ് ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ ആ ഡാർക്കും ആ ഷെയ്ഡൊക്കെ കൊണ്ടുവരുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ഫീല് കിട്ടും. നമ്മൾ ഇമേജ് ഇപ്പോൾ ഇത്രത്തോളം ആയിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രോഗ്രസ് കാണാം. ഒരു ഭാഗം മാത്രമേ, അതായത് ഒരു ഭാഗം മാത്രമേ നമ്മളിപ്പോൾ ഷെയ്ഡും ലൈറ്റും ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഈ കളർ മാച്ചായിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഷെയ്ഡ് കൊടുത്ത കളേഴ്സിൻ്റെ ലെയർ പാനലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് HSL അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുണ്ടാകും. അതായത് ഹ്യൂ സാറ്റുറേഷൻ ലൈറ്റ്, അതിനാണ് HSL എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂസ് കുറച്ചും കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കളർ ചേഞ്ച് ആയിട്ട് കിട്ടും. അപ്പോൾ എന്തൊട്ടാണ് HSL എന്നൊന്നും മനസ്സിലായില്ലെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ എടുത്ത് കണ്ടാൽ മനസ്സിലായി. മെയിനായിട്ട് നിങ്ങൾ ടൂൾസിൻ്റെ വീഡിയോ കാണാം, എന്നാലും നിങ്ങൾക്ക് കുറേ ഐഡിയ കിട്ടും എങ്ങനെ വരയ്ക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ. ടൂൾസിൻ്റെ വീഡിയോ കണ്ടാൽ ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ട് ആയിട്ട് ഞാൻ ചെയ്യുകയാണ്. ഇത് ഏകദേശം 10-28 മിനിറ്റ് ആയി. അപ്പോൾ അടുത്ത പാർട്ട് നിങ്ങൾ കാണാം, ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.